ഞാൻ ഇന്ന് രാവിലെയും ശാഫഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശറഹാണ്. ആ കിതാബ് ഓതി കൊടുക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആ ഇമാമിങ്ങൾ അന്യപുരുഷനും അന്യസ്ത്രീയും പരസ്പരം നോക്കുന്നതിനെ സംബന്ധിച്ച് എത്ര ഗൗരവത്തിലാണ് വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി. വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ നോക്കൽ സുന്നത്തുണ്ട്. നോക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ ഇമാമിങ്ങൾ പറയാണ്, ഒറ്റ നോട്ടം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഒരു നോട്ടത്തിന് ചിലപ്പോൾ ശരിക്കും മനസ്സിലാവില്ല, ഒന്നും കൂടി നോക്കാൻ പറ്റുമോ? അല്ല, ഒറ്റ നോട്ടേ പറ്റുള്ളൂ. അത് മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ ഒന്നിലധികം നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരതിന്റെ ഗൗരവം കാണുന്നത് എത്രയാണ്. ഇത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണ്, അവളെ നോക്കൽ സുന്നത്താണ്, അവൾക്ക് ഇങ്ങോട്ടും നോക്കൽ സുന്നത്താണ്. പക്ഷെ അവിടെ പോലും അവർ ശ്രദ്ധിക്കുകയാണ്, കൂടുതൽ പറ്റുമോ പറ്റൂലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ദിവസവും വന്ന് നോക്കാന്നല്ല. പിന്നെ ഒരിക്കലും ഒറ്റ നോട്ടത്തിൽ അക്കാണിച്ച് ഒന്നും കൂടി ശരിക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു നോട്ടം, അത് പറ്റുമോ? അവിടെ അവർ പറയാണ്, അങ്ങനെ നോക്കുന്ന സമയത്ത് മുടി കാണാൻ വകുപ്പില്ല, മുഖം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ കൈയിന്റെ തണ്ട കാണാൻ പറ്റില്ല, മറിച്ച് മുൻകൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇനിയും അവർ വിശദീകരിക്കാൻ ആ സ്ഥലത്ത് എത്രയാണ് ആ വിഷയത്തിലുള്ള വിശദീകരണങ്ങൾ. അന്യസ്ത്രീയിലേക്ക് നോക്കാൻ പാടില്ല, അന്യസ്ത്രീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. അതേപോലെ പുരുഷന്മാരെ തന്നെ നോക്കൽ അനുവദനീയമാണെങ്കിലും മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം കാണാനും നോക്കാനും പാടില്ല. സ്വന്തം ഉമ്മയെപ്പോലും അതേ ശരീരത്തിൽ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം നോക്കാൻ പാടില്ല. അല്ലാത്ത സ്ഥലങ്ങൾ തന്നെ നോക്കുമ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞു, അതേ മനുഷ്യൻ ജോലി ചെയ്യുന്ന സമയത്ത് വെളിച്ചത്ത് വരുന്ന ഭാഗങ്ങൾ, കൈത്തണ്ട, അതേപോലെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ, അതിനപ്പുറം കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെത്ര ഗൗരവത്തിലാണ് ഈ നോട്ടത്തെ സംബന്ധിച്ചുള്ള മസലകൾ പറയുന്നത് എന്നത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. പക്ഷെ ഇപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ യുവാക്കളും യുവതികളും ഒന്നിച്ച് നിന്ന് തുള്ളുക.